ഞാൻ ഏകദേശം ഒരു 25 വർഷത്തിൽ കൂടുതലായി ഈ കണ്ണിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. 25 വർഷത്തിൽ കൂടുതലായി. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, പിന്നെ ഞാൻ ഏകദേശം എത്ര ശതമാനം കണ്ണിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് എൻ്റെ ഒരു തിരിച്ചറിവ് 1% കുറവായിരിക്കുന്നതാണ്. ഞാൻ കണ്ണിനെ പറ്റി പഠിച്ചത് 25 വർഷത്തിൽ കൂടുതൽ പഠിച്ചത് എൻ്റെ പഠനം ഇപ്പോഴും 1% താഴെയാണ് നിൽക്കുന്നത്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ ഈ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, ഇതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ടൊന്നും കുറേ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എന്താ പറയുക, കണ്ണിൻ്റെ മഹാത്ഭുതങ്ങളെപ്പറ്റി ഒരു ചെറിയ തെരച്ചിലുകളൊക്കെ നടത്തി. ആ സമയത്തും ഞാൻ മനസ്സിലാക്കും, ഞാൻ അറിയാത്ത എന്തൊക്കെ അനുഗ്രഹങ്ങൾ, എത്ര അത്ഭുതങ്ങൾ ഇതിലുണ്ടെന്നുള്ള ഒരു സംഗതിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ തിരിച്ചറിവിലൂടെ ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിൻ്റെ മഹത്വം നമുക്ക് തന്ന അനുഗ്രഹങ്ങളും അതിനുള്ള നന്ദി കാണിക്കലുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 80-90 സ്ലൈഡുകളുണ്ട്. അതെല്ലാം കൂടി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ചിലപ്പോൾ 3-4 മണിക്കൂറുകൾ ഒരു വേണ്ടി വന്നേക്കും. എന്നാലും ഞാൻ പ്രധാനപ്പെട്ട ചില സംഗതികളിൽ ഒന്ന് പരാമർശിച്ച് പോവുകയാണ്. നമുക്ക് ചിലത് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതികളുണ്ടാകും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ പ്രാവശ്യം ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സംഗതി ഇപ്പോഴും ഞാൻ തയ്യാറെടുപ്പം ചിലതെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വായിക്കും, പിന്നെയും അതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ വായിച്ച്, ഇങ്ങനെ അതിൻ്റെ ഒരാഴത്തിലുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മളൊക്കെ അറിവിൻ്റെ ഒരു പരിധിയും പരിമിതികളും നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക്, നമുക്കെല്ലാവർക്കും എന്താ പറയുക, 2 കണ്ണുകളുണ്ട്. അപ്പോൾ ആ കണ്ണുകളിൽ ഭൂരിപക്ഷം ആളുകൾക്കും കാഴ്ചയുണ്ടാവും, കാഴ്ചയില്ലാത്ത ആളുകൾക്കും സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ ഈ കാഴ്ചയുള്ള നമ്മൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ പേഷ്യൻസ് വരുന്ന സമയത്ത് ഈ ഒരു കണ്ണ് മാത്രമുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് രോഗികളായിട്ട് വരും. അവർ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ എനിക്കെൻ്റെ പ്രൊഫഷൻ്റെ തുടക്ക സമയത്ത് എനിക്ക് മനസ്സിലായില്ല, എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊരു കുറച്ചിങ്ങനെ പ്രാക്ടീസൊക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവർക്ക് ടെൻഷനാണ്. കാരണം ആ ഒരു കണ്ണ് കാഴ്ചയില്ലല്ലോ. അപ്പോൾ മറ്റേ കണ്ണിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണ് സമയത്ത് തന്നെ അവർക്കൊരു പേടിയാണ്, കാരണം അതിനെന്തെങ്കിലും സംഭവിക്കുമല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു സംഗതി, ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യും, എൻ്റെ ഒരു കണ്ണൊന്ന് അടച്ചിട്ട് ഞാനിങ്ങനെ നോക്കും എന്താണ് നമ്മളെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഇടയ്ക്ക് അതൊന്ന് ചെയ്ത് നോക്കണം. അതായത് നമ്മൾക്കൊരു കണ്ണ് അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാഴ്ചയുടെ ഒരു പരിമിതി വളരെ കുറവാണ്. നമ്മൾ കാണുന്നൊരു ഭാഗം നമ്മൾ കാണുന്നില്ല. അപ്പോൾ 2 കണ്ണുകൾ നമുക്ക് അള്ളാഹു കാഴ്ചയോടുകൂടി തന്നു എന്നുള്ളത്, നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ ശുക്ർ ചെയ്യണം എന്നുള്ളതാണ് ഒന്നുള്ളത്. അപ്പോൾ ഇതാണൊരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ഉംറക്ക് സലാഹിൻ്റെ കൂടെ ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഒരു പരിചയം തുടങ്ങുന്നത്. പിന്നെ എനിക്ക് എന്താ പറയുക, എത്രയോ വർഷങ്ങൾ പരിചയങ്ങളുള്ള ആളെക്കാളും വളരെയധികം സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായി. എന്തായാലും നമ്മൾ ഈ ഒരു ഇരുത്തത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് കൂടി തന്നെ അത് പരീക്ഷണങ്ങളുമാണ്. കണ്ണുകൾ അനുഗ്രഹങ്ങളോട് കൂടി അത് പരീക്ഷണമാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഈ കണ്ണുകളെ പറ്റി പറയുന്ന ആയത്തുകൾ ഞാനൊന്ന് വിശദമായി നോക്കിയപ്പോൾ പറയുന്നത് നന്ദി കാണിക്കുന്നില്ലേ, കണ്ണ് തന്നില്ലേ, കാത് തന്നില്ലേ, ഹൃദയം തന്നില്ലേ, എന്നിട്ട് അവസാനം പറയുന്നത് നമുക്ക് ഒരു കൊട്ടു തരാനുള്ളതാവും. നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ, നന്ദി കാണിക്കാത്തവരാണ് അധികം മനുഷ്യന്മാർ. അപ്പം നമുക്ക് അള്ളാഹു തന്ന കണ്ണുകൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. സമ്പത്ത് തരുന്നതും ആരോഗ്യം തരുന്നതും സൗന്ദര്യം തരുന്നതും ഇതുപോലെ നമ്മളുടെ ഓരോ അവയവങ്ങളും നമുക്ക് തരുന്നതും നമ്മൾ അള്ളാഹു പരീക്ഷിക്കുന്നതിനുള്ള സംഗതിയാണ്. അപ്പം നമുക്ക് അള്ളാഹു കണ്ണ് തന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹുവിനുണ്ട്. അപ്പം ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് മനുഷ്യൻ എന്ന ഈ ചെറിയൊരു ജീവി അള്ളാഹുവിനോട് എന്താ പറയുക, നന്ദി കാണിച്ചിട്ടെങ്കിൽ എത്ര നന്ദി കെട്ടവനായിരിക്കും. അപ്പോൾ അള്ളാഹു നമ്മളെ യഥാർത്ഥ നന്ദിയുള്ള അടിമകളായിട്ട് ജീവിച്ച് മരിച്ചു പോകാൻ അള്ളാഹു സഹായിക്കട്ടെ. സാധാരണ എല്ലാവരും എന്താ പറയുക, നമ്മളെല്ലാവരും ടൂറ് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പല സ്ഥലങ്ങളിലേക്കും പല ആളുകളും പോകും. അങ്ങനെ ലോകത്തിലെ മഹാത്ഭുതങ്ങളിലേക്ക് ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും പ്രകൃതി ആസ്വദിക്കാൻ.
അങ്ങനെയുള്ള പല സംഗതികളിലേക്ക് ആളുകൾ പോകാറുണ്ട്. അപ്പോൾ ഇതിലുള്ള ചില ലോക മഹാത്ഭുതങ്ങളാണ് ഞാൻ അതിൽ ഈ ഒറ്റ സ്ലൈഡിൽ കാണിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് ഇതൊന്നും കാണാത്ത, ഇതിലൊന്നും പോകാത്ത ആൾക്കാരുണ്ടാവും, നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ഇതിലും വലിയ ഒരു മഹാത്ഭുതം നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ എണീറ്റിട്ട് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ രണ്ട് കണ്ണുകളും ഇതിലും വലിയ മഹാത്ഭുതമാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഈ മഹാത്ഭുതങ്ങൾ പിന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം അത് എൻ്റെ ഭാഷയിൽ ഞാൻ ഇംഗ്ലീഷിലാണല്ലോ നമ്മൾ പഠിക്കുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും നമ്മൾ നോളജ് വിവരങ്ങൾ തേടുന്നതൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്ലൈഡുകൾ ഇംഗ്ലീഷിലാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ ലാസ്റ്റിലേക്ക് പിന്നെ ചില സ്ലൈഡുകൾ മലയാളത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ വാക്കുകൾ ചിലത് ഞങ്ങളുടേതായിട്ടുള്ള ആ ഭാഷ ഇംഗ്ലീഷ് ഭാഷയാണ് ഞങ്ങളുടെ ഇതിലുള്ളൊരു സംഗതിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില വാക്കുകൾ നിങ്ങൾക്ക് ചിലവർ പക്ഷെ പ്രയാസമായി തോന്നിയേക്കാൻ എന്നോട് ക്ഷമിക്കാം. അപ്പം ഇങ്ങനെ ഈ സ്ലൈഡിൽ കാണുന്ന ഈ കണ്ണിൻ്റെ നിങ്ങളിപ്പോൾ ആ കാണുന്ന ഈ സംഗതി ഉണ്ടല്ലോ, ഈ നടുവിലുള്ള കറുത്ത ഈ ഒരു ഹോൾസ്, അതിൻ്റെ പുറത്ത് നമ്മളെ കുറേ ആ പിക്ചർ, അതിൻ്റെ ഒരു ഭംഗിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അത്രമാത്രം അതിൽ കുറേ സംഗതികളുണ്ട്. അപ്പോൾ അതിലുള്ള നോർമലായിട്ടുള്ള കണ്ണിലുള്ള നമ്മളെ മൊബൈൽ ഇപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ എല്ലാവരുടെ കയ്യിലുമുണ്ട്. മൊബൈല് എൻ്റെ കുറേ പാർട്സുകളുണ്ട്. അതിൻ്റെ കാർഡുണ്ട്, സ്ക്രീൻ കാർഡുണ്ട്, ബാറ്ററി ഉണ്ട്, എന്നിട്ട് പല സംഗതികളെല്ലാം കൂടി ചേർന്നാണല്ലോ മൊബൈലിൻ്റെ ഒരു ഭാഗം കേടായാൽ നമുക്ക് പരസ്പരം എന്തെങ്കിലും പൊട്ട് വന്നാലോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ നമ്മൾ അസ്വസ്ഥരാകും. കാരണം ഇപ്പം നമ്മൾ വളരെ മൊബൈൽ ഡിപ്പെൻഡൻ്റ്, മൊബൈലിൽ നമുക്കില്ലാതെ അങ്ങനെ ഇല്ലെങ്കിലുള്ളൊരു അസ്വസ്ഥ. അതുപോലെ ഞാൻ ഈ കണ്ണിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ കണ്ണിനും കുറേ ഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ട പല ഭാഗങ്ങളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കണ്ണിനെ നമ്മൾ കാഴ്ച നൽകുന്ന ഒരു വസ്തുവാക്കി മാറ്റുന്നത്. കണ്ണിൻ്റെ ഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ ഒന്നിപ്പോൾ ഏറ്റവും ഫ്രണ്ടിലുള്ള നമ്മുടെ ഈ ഞാൻ ഇത് കാണിച്ച ഇവിടെ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ശരിക്കും കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്ന സംഗതി. ഈ കറുത്തതായിട്ട് നമ്മൾ കാണുന്ന സംഗതി ഉണ്ടല്ലോ, ആ കറുത്ത സാധനം യഥാർത്ഥത്തിൽ കറുപ്പല്ല. നമ്മളെ വാച്ചിൻ്റെ ഗ്ലാസിൻ്റെ സൂചികൾ നമ്മൾ കാണുന്നില്ല, അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്തുണ്ട്. ആ ഗ്ലാസ് ക്ലിയറാണ്. ക്ലിയറായിട്ടുള്ള സാധനം നമ്മൾ കാണൂലല്ലോ. ഈ പുറത്ത് കാണുന്ന കറുപ്പിൻ്റെ പുറത്തൊരു സാധനമുണ്ട്, ഒരു കറുത്ത ഉള്ളിലുള്ള സാധനമാണ് കറുപ്പ്. നമ്മളെ വാച്ചിൻ്റെ ഇതിലേക്ക് നോക്കി നമ്മൾ ആ വാച്ചിൻ്റെ ഉള്ളിലത്തെ കളറിലേക്ക് കാണുന്നത്. അതുപോലെ കണ്ണിൻ്റെ മുൻഭാഗത്ത് ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് കണ്ണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കൃഷ്ണമണി അല്ലെങ്കിൽ കോർണിയ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. പിന്നെ കണ്ണിൻ്റെ പിന്നിലുള്ള ഒരു സംഗതിയാണ് ആ കറുത്ത ഭാഗം. ഇതാണ് ആ കറുത്ത ഭാഗമായിട്ട് ഉള്ളത്. നേരത്തെ ഞാൻ കാണിച്ചല്ലോ. ആ കറുത്ത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള കറുപ്പിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ക്യാമറ ഉള്ള ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഈ ഷട്ടറുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സംഗതിയാണ്. നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്കുള്ള വെളിച്ചത്തെ നിയന്ത്രിക്കുന്ന സംഗതിയാണ് നമ്മളുടെ ഈ കറുപ്പുള്ളത്. ഇപ്പോൾ ഈ നടുവിലുള്ള ഒരു ഹോൾസ് ഉണ്ടല്ലോ, ആ ഓട്ടയുടെ വലിപ്പം യഥാർത്ഥത്തിൽ പല സമയത്തും പല വിധത്തിലാണ്. രാത്രിയാണ് സമയത്ത് വെളിച്ചം കുറവാണ്. അപ്പോൾ രാത്രിയാണ് സമയത്ത് ഈ ഹോൾസിൻ്റെ വലിപ്പം വലുതാവുന്നു. പകൽ സമയത്ത് വെളിച്ചം കൂടുതലാണ്, അപ്പോൾ അധികം വെളിച്ചം ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഹോൾസിൻ്റെ വലിപ്പം കുറയുന്നു. ഇതൊരു നോർമലി നമ്മൾ സംഭവിക്കുന്നത്, ആരും പ്രത്യേകിച്ച് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള കൃഷ്ണമണി ഒരു സുതാര്യമായ, അതായത് വെളിച്ചം കടന്നു പോകുന്ന ഒരു സംഗതിയാണ്. ആ വെളിച്ചം കടന്നു പോകാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച പോകും. കണ്ണിൻ്റെ ഇപ്പോൾ ഈവൻ സാധാരണ ചെങ്കണ്ണ് ബാധിച്ചാൽ ചില ആളുകളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ പുള്ളി വീഴുകയും അവർക്ക് വെളിച്ചത്തിലേക്ക് നോക്കിയാൽ വെളിച്ചത്തിന് ചുറ്റും വളയങ്ങൾ കാണുകയും വണ്ടി ഓടിക്കാൻ പ്രയാസം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ കൃഷ്ണമണിയിലുള്ള എന്ത് പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്നു. പ്രത്യേകിച്ചും വെളിച്ചം തട്ടുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ ഞാൻ പറഞ്ഞു, കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടത്തി വിടുന്ന ഹോൾസിൻ്റെ വലിപ്പം സാധാരണഗതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഈ നടുവിലുള്ള ഈ ഹോൾസ്, ഈ ഓട്ട സുഷിരത്തിലൂടെ വെളിച്ചം ഉള്ളിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്
ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഇത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി, ഇത് നമ്മളെ കറുത്ത ഐറിസ് എന്നാണ് പറയുന്നത്, ആ സ്ക്രീൻ. ഇത് കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസാണ്. ഇത് കണ്ണിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള കണ്ണിൻ്റെ പിന്നിലുള്ള ഒരു ജെല്ലി. ഇത് കണ്ണിൻ്റെ ഞരമ്പ്. ഇതൊരു 3 ലെയേഴ്സാണ്. ഇവിടെ ലെയർ 1, ഒരു പാളി, രണ്ടാമത്തെ പാളി, മൂന്നാമത്തെ പാളി. ഈ സാധനങ്ങൾ കണ്ണിൻ്റെ മസിലുകളാണ്. അപ്പോൾ ഈ സാധനങ്ങളിലെല്ലാം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതോടുകൂടിയാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കാഴ്ച എന്ന ഒരു സംഗതി ലഭ്യമാകുന്നത്. നോർമലി ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോകുന്ന മാധ്യമങ്ങൾ, മീഡിയാസാണ് ഞാനിവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ആ പാത്വേയിൽ, ആ പാസേജിലൂടെയാണ് വെളിച്ചം കടന്നു പോകുന്നത്. സാധാരണ പുറത്തൊരു വെളിച്ചം വരുന്നു, അത് ഇതിൻ്റെ ഉള്ളിലൂടെ കടന്ന്, ലെൻസിൻ്റെ ഉള്ളിലൂടെ കടന്ന്, ഈ ജെല്ലിയിലൂടെ കടന്ന് ഇവിടെ ഞരമ്പിലെത്തുന്നു. ആ ഞരമ്പിൽ നിന്നും യഥാർത്ഥത്തിൽ പിന്നെ തലച്ചോറിലേക്കാണ് മെസ്സേജ് പോകുന്നത്. ഇതുവരെ നമ്മൾ പുറത്ത് ഈ ക്യാമറയിലേക്ക് ഞാൻ നോക്കുന്നു, അതെൻ്റെ കണ്ണിലൂടെ പ്രവേശിക്കുന്നു, അത് കൃഷ്ണമണിയിലൂടെ പോകുന്നു, ആ നടുവിലെ ഹോൾസിലൂടെ പോകുന്നു, അതിൻ്റെ പിന്നിലുള്ള ലെൻസിലൂടെ പോകുന്നു. ഇത് ലെൻസാണ്, ഈ നടുവിൽ ഈ ലെൻസ് അതിൻ്റെ പിന്നിലുള്ള ഈ ജെല്ലിയിലൂടെ പോകുന്നു, പിന്നെ നമ്മുടെ ഞരമ്പിൽ പതിക്കുന്നു. ആ ഞരമ്പിൽ എത്തുന്നത് ഈ സാധനം തലകുത്തനായിട്ടാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ച സാധനം തലകുത്തനായിട്ടാണ് ആ ഞരമ്പിൽ എത്തുന്നത്. ഇതുവരെ ലൈറ്റാണ്, അവിടെ എത്തുന്നവരെ പ്രകാശമാണ്. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഈ റെറ്റിന എന്ന സാധനം അതിനെ സിഗ്നലാക്കി, ഇലക്ട്രിസിറ്റി ആക്കി മാറ്റി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റി നേരെ മുകളിലേക്ക് മെസ്സേജ് കൊടുക്കുകയാണ്, തലച്ചോറിലേക്ക് മെസ്സേജ് കൊടുത്തിട്ട് തലച്ചോറാണ് ആ വസ്തുവിനെ, യഥാർത്ഥത്തിലുള്ള തിരിഞ്ഞ വസ്തുവിനെ നേരെ ആക്കിയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ മെഴുകുതിരി ഇവിടുന്ന് വെളിച്ചം നമ്മൾ കണ്ണിലേക്ക് ഉള്ളിലേക്ക് പോയി ഇവിടെ എത്തിയത് തല ഇരുന്നിട്ടാണ്. അപ്പോൾ ഈ മെഴുകുതിൻ്റെ ലൈറ്റാണ് ഇവിടെ താഴ്ഭാഗത്ത് കാണുന്നത്. ഇവിടെ എത്തിയിട്ട് തിരിച്ച് പിന്നെ മുകളിൽ ബ്രെയിനിലേക്ക് പോയി അവിടെ നിന്നുള്ള മെസ്സേജ് കൊടുത്ത് തിരിച്ചെത്തിയിട്ടാണ് നമ്മളെ മെഴുകുതിരി കാണുന്നത്. ഇതിൻ്റെ ഒരു മെഴുകുതിരിയാണ് എന്നുള്ളത്. അപ്പോൾ ഇതും നമ്മളാരും പറയാനുള്ള സമയമൊന്നുമില്ല, ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ നോർമലി ഒരു സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന സംഗതികളാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഏത് തലച്ചോറിൻ്റെ ഭാഗം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ കണ്ണിൻ്റെ ഒരു ഭാഗത്തിനും ഡാമേജ് ഉണ്ടാവില്ല, പക്ഷെ കാഴ്ച പോകും. സ്ട്രോക്ക് എന്നാൽ നമ്മുടെ ഈ ഭാഗത്ത് ഓക്സിപിറ്റൽ കോർട്ടെക്സ് എന്ന് പറയാം. തലച്ചോറിലെ ഒരു ഭാഗം കണ്ണിന് മാത്രമായുള്ളതാണ്. ഇത്രയും ചെറിയ കണ്ണ്, ഇത്ര വലിയ ഭാഗം. കാരണം തലച്ചോറിൻ്റെ നമ്മളെ ഭാഗങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ അവയവത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ്. കയ്യിന് തലച്ചോറിൽ കൂടുതൽ സ്ഥലമുണ്ട്, കണ്ണിന് കൂടുതൽ സ്ഥലമുണ്ട്. ഓരോ അവയവത്തിൻ്റെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് തലച്ചോറിൽ ഈ സാധനം അവിടെ പോയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെസ്സേജ് അവിടെ എത്തി നമുക്ക് പിന്നെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊന്നും നമ്മളുടെ ഒരു ഇടപെടലില്ലല്ലോ. അപ്പോൾ തലച്ചോറിൽ സ്ട്രോക്ക് വന്നു ചില ആൾക്കാർ കാഴ്ച പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി കണ്ണിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, കണ്ണ് ഫുള്ളി നോർമൽ. ഇപ്പോൾ ഈ കണ്ണിൻ്റെ കൃഷ്ണമണി ആവട്ടെ, ലെൻസ് ആവട്ടെ, ബാക്കിയുള്ള ഞരമ്പാവട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ മുകളിലെ തലച്ചോറിൽ സ്ട്രോക്ക് വന്ന് അവിടെ ബ്ലഡ് സർക്കുലേഷൻ പോയി, കണ്ണിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിന് ഇവിടത്തേക്കുള്ള പോയി, അതുകൊണ്ട് കാഴ്ച പോയി. എത്ര ആളുകൾ വരാറുണ്ട്, അതിനൊരു ചികിത്സയില്ല. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവറി ഇല്ല. ചില ആളുകൾക്ക് കണ്ണിൻ്റെ ഒരു ഭാഗം മാത്രം, അപ്പോൾ ഈ കണ്ണിന് ഇപ്പോൾ 2 കാഴ്ച ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ പകുതിയായി തിരിഞ്ഞാൽ ഒരു ഭാഗം മാത്രം നഷ്ടപ്പെടും. പ്രത്യേകിച്ചും ഈ ഭാഗത്താകുമ്പോൾ കൂടുതൽ പ്രയാസമാണ്. ഈ ഭാഗത്താകുമ്പോൾ മറ്റേ കണ്ണ് കുറച്ചും കൂടെ കവർ ചെയ്യും, എന്ന് വെച്ച് ഈ ഭാഗത്താകുമ്പോൾ കൂടുതൽ പ്രയാസമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ നോർമൽ മെക്കാനിസം. അതിലുണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഈ കണ്ണിനൊരു നീളമുണ്ട്, കണ്ണിന് യഥാർത്ഥത്തിലൊരു നീളമുണ്ട്. ആ നീളത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്താൽ പ്രശ്നമാണ്. ഇപ്പോൾ ആളുകൾ കണ്ണട വെക്കുന്ന, ചെറിയ കുട്ടികൾ കണ്ണട വെക്കാറില്ലേ, ചെറിയ കുട്ടികൾ കണ്ണട വെക്കുന്നത് കണ്ണിൻ്റെ നീളമുണ്ടോ അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ആകൃതി കൊണ്ടോ വ്യത്യാസം ഉള്ള സമയത്ത് യഥാർത്ഥത്തിൽ ഈ സംഗതികളൊന്നും നടക്കുന്നില്ല. നമ്മൾ പ്രകാശം അവിടെ എത്തുന്ന ആ പോയിന്റിലേക്ക് എത്തുള്ളൂ. കണ്ണിൻ്റെ നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പ് ബാക്കിലുള്ളത്, പക്ഷേ ലൈറ്റ് അവിടെ എത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ണട കുട്ടികൾക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഈ കണ്ണട എന്താ ചെയ്യുന്നില്ല, വെളിച്ചം ഉള്ളിലേക്ക് അവിടത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യണത്. അതാണ് ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ഇത് നമ്മളെ തലച്ചോറിൻ്റെ ഒരു സെക്ഷനാണ്. ഈ ഏറ്റവും ഫ്രണ്ടിലുള്ള ഇത് കണ്ണാണ്, ഇവിടെ 2 കണ്ണ്, അതൊന്നും ഞരമ്പ് വരുന്നു, പിന്നെ ഇങ്ങനെ തിരിച്ചു പോയി ഇവിടെ എത്തി. ഇതാണ് ഏറ്റവും നിങ്ങൾ ചോദിച്ച ചോദ്യം. ഇതാണ് ഏറ്റവും ബാക്കത്തെ ഭാഗം. ഇവിടെയാണ് എന്തെങ്കിലും സ്ട്രോക്ക് വന്ന് രക്തോട്ടം മുടങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ ഈ 2 കണ്ണ് തമ്മിലെ കണക്ഷൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ,
ഈ പോയിന്റിൽ പിന്നെ തലച്ചോറ് രണ്ട് കണ്ണുകളും തമ്മിൽ പരസ്പരം കണക്ഷനുണ്ട്. ആ കണക്ഷൻ ഇവിടെ നിന്നാണ്. ഒരു കണ്ണിൻ്റെ പ്രശ്നത്തിൽ മറ്റേ കണ്ണിനെയും ബാധിക്കാനുള്ള ചില സംഗതികൾ തലച്ചോറിൻ്റെ ഭാഗം കഴിഞ്ഞ ഒരു ഭാഗം പോകും. അങ്ങനത്തെ തലച്ചോറിൻ്റെ പ്രശ്നങ്ങൾ രണ്ട് കണ്ണിൻ്റെ ഒരു ഭാഗം മാത്രം പോവാം, മറ്റേ കണ്ണൊരു ഭാഗം മാത്രം പോവാം, അങ്ങനെ പോകാറുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞത് കണ്ണിൻ്റെ ഘടനയെക്കുറിച്ചാണ്. ഫസ്റ്റ് ഞാൻ സംസാരിച്ച് കണ്ണിൻ്റെ ഘടന, കണ്ണിൻ്റെ ഭാഗങ്ങളെ പറ്റി പറഞ്ഞു. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് കണ്ണിൻ്റെ ഫങ്ഷനെ പറ്റി, എങ്ങനെയാണ് കണ്ണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. കണ്ണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. മൂന്നാമത്തെ ഒരു സംഗതി, നമ്മളെ കണ്ണിൽ കണ്ണുനീര് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മളെ കണ്ണുനീരില്ലെങ്കിൽ നമ്മളെ കണ്ണിന് ജീവനില്ല. കണ്ണുനീര് കണ്ണിൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ ആ കണ്ണുനീര് ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ട് നമ്മളെ കണ്ണിൽ. ഇത് നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന ഇതാണ് കണ്ണുനീർ ഗ്രന്ഥികൾ. ഈ കണ്ണുനീർ ഗ്രന്ഥികളും അതുപോലെ നമ്മളെ പോളയുള്ള ഗ്രന്ഥികളും നമ്മളെ കണ്ണിൻ്റെ വെള്ളയിലുള്ള ഗ്രന്ഥികളുമാണ് യഥാർത്ഥത്തിൽ കണ്ണുനീരുണ്ടാക്കുന്നത്. ഈ കണ്ണുനീരുണ്ടാക്കി കഴിഞ്ഞ് ഇവിടുന്ന് പ്രൊഡക്ഷനൊക്കെ ഉണ്ടായി നമ്മളെ കണ്ണിൻ്റെ മൂലയിൽ 2 ഹോൾസ് ഉണ്ട്. ഇതവിടെ ഒരു ഹോൾസ് ഉണ്ട്, ഇവിടെ താഴെ ഒരു ഹോൾസ് ഉണ്ട്. ഈ വഴി കണ്ണുനീര് ഇങ്ങനെ പുറങ്ങി, ഇത് എല്ലിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറാണല്ലേ, ഇത് വഴി മൂക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ കണ്ണുനീര് പ്രൊഡക്ഷൻ നടക്കുന്നു, കണ്ണുനീർ ഗ്രന്ഥികളുണ്ട്, കണ്ണിൻ്റെ പോളകളിലുണ്ട്, അതുപോലെ കണ്ണിൻ്റെ വെള്ളയിൽ നിന്ന് കണ്ണിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നു, അത് കണ്ണിൻ്റെ ലൂബ്രിക്കേഷൻ നടക്കുന്നു. കണ്ണിൻ്റെ ലൂബ്രിക്കേഷൻ എന്ന സംഗതി കണ്ണിൽ ഇല്ല എങ്കിൽ ചില ആളുകൾക്ക് ഡ്രൈ ഐ എന്നൊരു കണ്ണിന് വരൾച്ച എന്നൊരു അസുഖമുണ്ട്. ആ വരൾച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം അവർ പറയുന്നത് കേൾക്കണം. കണ്ണിലെന്തോ മണലിട്ട പോലെയാണ് ഡോക്ടർ എന്ന് പറയാം. അത്രയും പ്രയാസമാണ് അവർക്ക്. രാവിലെ എണീക്കുമ്പോൾ കണ്ണ് തുറക്കാൻ കഴിയില്ല, എന്നിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി മെല്ലെ വളരെ സാവധാനം കണ്ണ് തുറന്ന് ഡ്രോപ്സൊക്കെ ഒറ്റിച്ചിട്ടാണ് അവരുടെ സാധനങ്ങൾ. അവർക്ക് AC പറ്റൂല, കാറ്റ് പറ്റൂല, ചൂട് പറ്റൂല, തണുപ്പ് പറ്റില്ല, ഇതൊന്നും പറ്റൂല. എന്നിട്ട് നമ്മളവർക്ക് മരുന്ന് കൊടുക്കണം എന്താണ്? കണ്ണുനീര്. എന്നാലോ പഠിച്ചോ തന്ന കണ്ണുനീരിലേക്ക് എത്തുമില്ല. അതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ ആക്ഷൻ പോകും. ഇത് ഓട്ടോമാറ്റിക്കലി 24 മണിക്കൂറും കണ്ണിനുള്ളിൽ കണ്ണുനീര് ഉണ്ടാവുന്നു, കണ്ണിന് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നു, കണ്ണിനെ ക്ലീൻ ചെയ്യുന്നു, കുറേ കണ്ണുനീര് ആവിയായിട്ട് പോകുന്നു, കുറേ താഴത്തേക്ക് പോകുന്നു. ഈ ഫങ്ഷൻ 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിവൊന്നുമില്ലാതെ തന്നെ. ഈ സംഗതികൾ കണ്ണിൻ്റെ നോർമൽ ഫങ്ഷന് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു 3 ഭാഗങ്ങളാണ് ഞാൻ സംസാരിച്ചത്. ഒന്ന് നമ്മൾ കണ്ണിൻ്റെ ഘടനയെ പറ്റി സംസാരിച്ചു, 2 കണ്ണിനെ പറ്റി ഉള്ളൊരു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സംസാരിച്ചു, 3-മത്തെ കണ്ണിൻ്റെ കണ്ണുനീരും അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഇനി നമുക്ക് നമ്മളുടെ കണ്ണിൻ്റെ സ്ട്രക്ചറിൽ, അതായത് കണ്ണിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ. അപ്പോൾ ഈ കുട്ടിയുടെ നിങ്ങൾ പോളയിൽ നോക്കൂ, കണ്ണിൻ്റെ പോളയിൽ ഒരു ഭാഗം ഉണ്ടായിട്ടില്ല, അവിടെ ഒരു ഡിഫക്റ്റാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആർക്കും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മളെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അതുപോലെ കാഴ്ചക്കുറവുള്ള, ഇപ്പോൾ ഇത് കണ്ണിൻ്റെ ഘടനയുള്ള ഒരു കുഴപ്പമാണ്. ഈ കുഴപ്പം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഒരു പോള താഴ്ന്നിട്ടുള്ളത്. ആ കണ്ണിൻ്റെ പോള താഴ്ന്നിട്ടുള്ള സമയത്ത് എന്താ പറയുക, അയാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പൊക്കണം. അങ്ങനെ പൊക്കി പിടിച്ച് എല്ലാ സമയം നടക്കില്ലല്ലോ. അപ്പോൾ ഈ കണ്ണിൻ്റെ പൊക്കുന്നത് വേറെ ഞരമ്പാണ്, വേറെ മസിൽസാണ്, അതിന് പ്രത്യേക മസിലാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ, ഇത് ഈ കുട്ടി പ്രസവിച്ച ഉടനെ ഉള്ള ഇതാണ്. ആ കുട്ടിയുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇങ്ങനെയാണ്, കളറാണ്. ഇത് സുതാര്യമല്ല, അതാര്യമാണ്. ഈ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോകില്ല, കുട്ടിക്ക് കാഴ്ചയില്ല. അപ്പോൾ ആ കുട്ടിക്ക് കാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ കൃഷ്ണമണി മാറ്റി വെക്കണം. മരിച്ച ആളുകളുടെ കൃഷ്ണമണി മാറ്റി വെക്കില്ലേ, അതല്ലാതെ ഇതില്ല. എന്നാലും അതിന് അത്രമാത്രം റിസൾട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മറ്റൊരു ഡിഫക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് സാധാരണഗതിയിൽ ചെറുതാവുകയും വലുതാവുകയും ചെയ്യുന്നതാണ് നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടത്തി വിടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ നടുവിലുള്ള ഹോൾസിൻ്റെ സുഷിരത്തിൻ്റെ വലിപ്പം രാത്രിയാകുമ്പോൾ വലുതാവുകയും പകൽ സമയത്ത് ചെറുതാവുകയും ചെയ്യും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ ആ സാധനം ഉണ്ടായിട്ട് തന്നെ ഇല്ല. ഇവിടെ ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഈ ഐറിസ് തന്നെ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ മൊത്തം ഹോൾസാണ്. അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ സമയത്തും പകലും രാത്രിയും ഒക്കെ ഒരേ സമയത്താണ് വെളിച്ചം ഉള്ളിലേക്ക് പോണത്. ഒരേ സമയത്ത് നമ്മളെ കണ്ണിനുള്ളിലേക്ക് നമുക്ക് നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കണ്ണിൽ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സാധനം വലുതാക്കുക ചെയ്യണം. ഈ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഹോൾസ് വലുതാക്കിയിട്ടാണ് നമ്മൾ. അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിൽ മരുന്ന് വയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ മരുന്ന് വയ്ക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കണ്ണിൽ അത് ഡെവലപ്പ് അപ്പോൾ ആയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്, കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വെളിച്ചത്തിൻ്റെ അളവ് എല്ലാ സമയത്തും ഒരുപോലെയാണ്. എല്ലാ സമയത്തും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ, വെളിച്ചം ഭയങ്കര പുളിപ്പായിരിക്കും, വെളിച്ചത്തിൽ നോക്കാൻ കഴിയില്ല, എങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളെ കണ്ണിൻ്റെ സ്ട്രക്ചറിലൊരു അബ്നോർമാലിറ്റിയാണ്.
പിന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് തിമിരം. അതായത് നമ്മൾ നോർമലി കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് ഉണ്ട്. നമ്മളെ എല്ലാവരുടെ കണ്ണിലും ഒരു ലെൻസുണ്ട്. അത് വെളിച്ചം ഉള്ളിലേക്ക് കടത്തി വിടുന്ന സംഗതിയാണ്. അതിൻ്റെ ഉള്ളിലൂടെ വെളിച്ചം കടന്നു പോകും. അത് കേടാവുന്നതിന് പേരാണ് തിമിരം. ഈ വെള്ളരക്കൾ കാണില്ല, ഇത് തിമിരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ്. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഈ കേടായ ലെൻസ് മാറ്റി ഉള്ളിൽ പുതിയ ലെൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളെ പിന്നെ നേരത്തെ പറഞ്ഞു അതിൻ്റെ നോർമൽ വർക്കിംഗ് ആയിട്ടുള്ള എങ്ങനെ വർക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, ആ വർക്കിങ്ങിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഒന്ന്, നമ്മളെ ഈ കണ്ണുകൾ അടച്ച്, ഇത് കണ്ണ് അടച്ചിട്ടുള്ളത്, ഈ കണ്ണ് അടച്ചിട്ടുള്ളത് പക്ഷെ ഫുള്ള് അടയുന്നില്ല. ചില ആളുകളുടെ അടയുന്ന സമയത്ത് ഇതിപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി പുറത്തേക്ക് കാണുന്നില്ല. പക്ഷെ ചില ആളുകളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പുറത്തേക്ക് ഉറങ്ങണ സമയത്തും പുറത്ത് കാണുമ്പോൾ എന്താ സംഭവിക്കുക, കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ പഴുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് പിന്നെ വായ കൂടുന്ന ഒരു അസുഖം ഉണ്ടാവാറില്ലല്ലോ, അതായത് ഈ ഫേഷ്യൽ പാൾസി എന്നാ പറയാം. അതായത് വായ ഇങ്ങനെ കൂടിപ്പോയിട്ട് കണ്ണടയൂല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കും, കണ്ണടയൂല. രാത്രി അടയാതെ കിടക്കും. അടത് കഴിഞ്ഞ പൊടി സാധനങ്ങളൊക്കെ കണ്ണിനുള്ളിലേക്ക് വീണ് യഥാർത്ഥത്തിൽ കണ്ണിൽ ഇൻഫെക്ഷൻ വരും. അപ്പം നമ്മളെന്താ ചെയ്യുക, ഒന്നുകിൽ എന്ത് ചെയ്യും, നമ്മൾ അവരോട് പറയും നിങ്ങൾ ഇവിടെ ഒട്ടിച്ചു വെക്കി. അതല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് പിന്നെ ചില ആളുകൾക്ക് ഇവിടെ സ്റ്റിച്ചിടാറുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ കണ്ണടയാൻ വേണ്ടിയിട്ടേ ഈ നോർമൽ ഫങ്ഷൻ കിട്ടുന്നതിന് വേണ്ടി സ്റ്റിച്ചിടാറുണ്ട്. കാരണം ഈ നോർമൽ അടയൽ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നോർമൽ നമ്മുടെ ഫങ്ഷനിലുള്ള പ്രയാസങ്ങളാണ്. പിന്നെ ഉള്ള വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ കളർ വിഷൻ. നമുക്ക് എല്ലാവർക്കും കളർ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിനൊക്കെ ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളൊരു സാധനമൊക്കെ ചാർട്ടൊക്കെ വെച്ച് വായിപ്പിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് അല്ലാഹു അൽഹംദുലില്ലാ കളർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഓരോ തരത്തിലുള്ള അസുഖങ്ങളും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതൊന്നും അൽഹംദുലില്ലാ നമുക്കില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അതായത് ഈ ഓരോരോ ഘടനയിലോ അല്ലെങ്കിൽ ഫങ്ഷനിലോ അല്ലെങ്കിൽ ഈ പിന്നെ ചിലർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആളുകൾക്ക് വെള്ളം ഇങ്ങനെ കണ്ണുന്ന വെള്ളം വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, ഈ ഇവിടെ നിന്ന് മൂക്കിലേക്കുള്ള ഹോൾസ് ബ്ലോക്ക് ആയാൽ എന്താ സംഭവം, കണ്ണുനീര് എങ്ങോട്ടാ പോവുക, പുറത്തേക്ക് പോവില്ല. കുറച്ച് ആവിയേ പോവും, ബാക്കിയുള്ളത് പുറത്തേക്ക് വരും. ഞാൻ നേരത്തെ ഒരു ഹോൾസിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തന്നെ. അപ്പോൾ അതിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം താഴത്തേക്ക് പോവില്ല. അപ്പം നമ്മളെന്താ ചെയ്യുക, അപ്പം നമ്മളിവിടെ എല്ലൊക്കെ പൊട്ടിച്ചൊരു പുതിയ ഹോൾസ് ഉണ്ടാക്കുക ചെയ്യുക. അതിന് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം നോർമലി ഉള്ള എല്ലാ ഫങ്ഷനും നമുക്കൊക്കെ ഉണ്ട്. അതിൽ എന്തെങ്കിലും ചെറിയൊരു തകരാറ് വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ സമയത്തും കണ്ണിന്നിങ്ങനെ വെള്ളം വരുന്ന എന്ത് പ്രയാസമായിരിക്കും. നമ്മളൊരാൾ സംസാരിക്കും വെള്ളം വന്നുകൊണ്ടിരിക്കും, യാത്ര ചെയ്യുമ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കും, പളുപ്പ് ആൾക്കാരുടെ ഏത് സമയത്ത് ഇങ്ങനെ തുറച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇത് ചെറിയൊരു ബ്ലോക്കാണ്. ഇവിടെ നിന്ന് മൂക്കിലേക്കുള്ള ഹോൾസിൻ്റെ അവിടെയുള്ള ആ ബ്ലോക്കിൽ ചെറിയ കുട്ടികളിൽ പ്രസവിച്ചുകൊണ്ടേ തന്നെ ആൾക്കാരൊക്കെ ഒരു പക്ഷേ തടവ് കൊടുക്കാറുണ്ടാവും. അത് ആ ബ്ലോക്കിൻ്റെതാണ്. അത് അധികം ആൾക്കാർക്കും അധികം കുട്ടികൾക്കും തന്നെ മാറുന്ന സംഗതിയാണ്. ഇനി ഒരു മേഖലയിലേക്കാണ് ഞാൻ സംസാരം കൊണ്ടുപോകുന്നത്. അതായത് അള്ളാഹു നമുക്ക് തന്ന കണ്ണുകൾ എത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണ്. അള്ളാഹ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ കണ്ണുകൾക്ക് ഉള്ള പ്രൊട്ടക്ഷൻ? ബാക്കി പല അപകടങ്ങൾ സംഭവിച്ചാലും കണ്ണ് പൊതുവെ കമ്പാരിറ്റീവ്ലി താരതമ്യേന കണ്ണിലുള്ള ഇഞ്ചുറീസ് മറ്റു അപകടങ്ങളെക്കാൾ കുറവ്. ചിലപ്പോൾ എല്ല് പൊട്ടിയിട്ടുണ്ടാകും, പല്ല് പൊട്ടിയിട്ട് മുക്ക് പൊട്ടിയിട്ടുണ്ടാകും, ഇവിടെ ഒക്കെ പൊട്ടിയിട്ടുണ്ടാകും. പക്ഷേ കണ്ണിൻ്റെ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചെറിയ ചോപ്പോ അല്ലെങ്കിൽ ഇവിടെ ഒരു കറുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതെന്താ കാരണം? അതിനുള്ള പ്രൊട്ടക്ഷൻ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പ്രൊട്ടക്ഷൻ? ഒന്ന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കണ്ണിൻ്റെ പോളകളാണ്. പോളകൾ അടയുന്നു, തുറക്കുന്നു. എന്തെങ്കിലും നമ്മളെ കണ്ണിലേക്ക് പോയി അപ്പടെ അല്ലേ? അതുപോലെ ഈ പീലികളുണ്ട്, കൺപീലികൾ പൊടിയൊക്കെ ഉള്ള അതിൻ്റെ ഡയറക്ഷനൊക്കെ പ്രത്യേക ഡയറക്ഷനാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആ ക്രമീകരണം കണ്ണിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ പോകാതിരിക്കാനുള്ള ദിശയിലാണ് നമ്മൾ അള്ളാഹു ഘടിപ്പിച്ച് തന്നിട്ടുള്ളത്. പോള അടയുന്നു, തുറക്കുന്നു. നമ്മൾ ആവശ്യമില്ലാതെ നോർമലിയും അടയുന്നുണ്ട്, അല്ലാത്ത സമയത്തും നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കണ്ണടയും. അതെന്തിനാ? നമ്മൾ ആവശ്യമില്ലാത്ത സാധനം ഇഞ്ചുറീസ് തട്ടായിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പോള എന്നുള്ളത് ഒരു പ്രൊട്ടക്ഷനാണ്, അള്ളാഹു തന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ്. കണ്ണുനീര് മറ്റൊരു പ്രൊട്ടക്ഷനാണ്. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഈ എല്ലുകൾ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്. ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് കണ്ണിരിക്കുന്നത് അത്രയും പേര് സേഫായിട്ടുള്ള ഗുഹയിലിരിക്കുന്ന മാതിരി ഇരുത്താം. അതിന് മാക്സിമം ഇഞ്ചുറി തടയാൻ വേണ്ടിയിട്ടുള്ളൊരു ഏറ്റവും മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും വെക്കാൻ പറ്റിയ സ്ഥാനത്ത് തന്നെ അല്ല വെച്ചിട്ടുള്ളത്. വേറെ എവിടെ വെച്ച് കഴിഞ്ഞാലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്.
അപ്പം നമ്മളെ ശരീരം, ഞാൻ ഈ ചെറിയൊരു സാധനത്തെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അപ്പം ഇതല്ലാത്ത എന്നെക്കാട്ടിലും ബാക്കിയുള്ള ഇതിനെപ്പറ്റി സ്പെഷ്യലായിട്ട് പഠിച്ച ആളുകൾ അവരുടെ സ്പെഷ്യാലിറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ എത്രയുണ്ട്. ഞാൻ ഈ കണ്ണിന് ചെറിയൊരു ഭാഗം അല്ലേ, ചെറിയൊരു സാധനത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്ന എന്താ പറയുക ഈ അനുഗ്രഹത്തെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ഇടയ്ക്കത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ പലതരത്തിലുള്ള പ്രൊട്ടക്ഷനാണ്. 1 പുറത്തുള്ള പ്രൊട്ടക്ഷൻ, 2 ഉള്ളിലുള്ള പ്രൊട്ടക്ഷൻ, 3 നമ്മളെ ഫങ്ഷനോടുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷൻ, 4 ഈ കണ്ണിൻ്റെ റിഫ്ലക്സുമായി ഉള്ള പ്രൊട്ടക്ഷൻ, മറ്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. കണ്ണിൻ്റെ പീലികളും കണ്ണിൻ്റെ പോളയും തമ്മിലുള്ള നമുക്ക് എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം അണുക്കൾ, സാധാരണ നമ്മുടെ ശരീരത്തിൽ പല അണുക്കളുണ്ട്. അതെല്ലാം നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണിലുള്ള കുറേ പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഉണ്ട്. ഒന്ന്, ഇവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സെപ്റ്റം പോലെ ഒരു പാട പോലെ ഒരു സാധനമുണ്ട്. അതിന് നമ്മൾ ഈ എല്ലിൽ നിന്നും കണ്ണിൻ്റെ പോളയിലേക്ക് താഴെ ഇറങ്ങി വരുന്ന ഓർബിറ്റൽ സെപ്റ്റം എന്നാണ് നമ്മളതിന് പറയുന്നത്. ആ സെപ്റ്റം ഉണ്ടാകുമ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുൻഭാഗത്തേ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവമായിട്ട് അതിൻ്റെ പിന്നിലേക്ക് ഇൻഫെക്ഷൻ പോകുള്ളൂ. ഇതിൻ്റെ പിന്നിലേക്ക് ഇൻഫെക്ഷൻ പോകുന്ന അപൂർവമായിട്ടാണ്. അപ്പോൾ സെപ്റ്റത്തിൽ നമ്മൾ തന്നെ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അത് മുമ്പിലാണോ പിന്നിലാണോ എന്നുള്ളത് നമ്മുടെ ഡയഗ്നോസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ നമ്മളതിന് പറയാം പ്രീ സെപ്റ്റൽ പോസ്റ്റ് സെപ്റ്റൽ എന്നാണ് പറയാം. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് കുറേ ലേസ് ഉണ്ട്. ആ ലേസ് അത്രമാത്രം പ്ലാന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയർ ഇഞ്ചുറിക്ക് സാധ്യതയുള്ള ലെയറാണ്. അപ്പോൾ ആ ലെയറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ച് വീണ്ടും വളരും. നമ്മളെ ശരീരത്തിൽ ചില ഭാഗങ്ങൾ മാത്രമല്ലേ വളരുള്ളൂ. ചിലതെന്ന് വെച്ചാൽ കാല് മുറിച്ചു പോയാൽ വളരുള്ളല്ലോ, കാല് മുറിഞ്ഞു പോയാൽ വളരില്ലല്ലോ അല്ലേ. അതുപോലെ ചിലത് മാത്രമേ അതിന് റീജനറേഷൻ എന്ന കപ്പാസിറ്റി എന്നാണ് പറയാം. പിന്നെ നമ്മളെ കൃഷ്ണമണിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഇഞ്ചുറിക്ക് സാധ്യത കൂടുതലാണ്. ഒരു പൊടിയായി കഴിഞ്ഞ് ഒരാൾ തിരുമ്മിക്കഴിഞ്ഞാൽ ആ തൊലി നീങ്ങിപ്പോവും. ആ തൊലി നീങ്ങിപ്പോയത് തിരിച്ച് വളരും. അതിൽ മാത്രമാണ് കണ്ണിന് വളരാൻ സാധ്യതയുള്ള ഒരു സംഗതി ഉള്ളത്. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷനാണ്. രണ്ടാമത്തത്, കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ലേയേഴ്സ് കുറേ ലേയേഴ്സ് ഉണ്ട്. ഈ സാധനം ഇതുപോലെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതിനപ്പുറം സാധനങ്ങളൊന്നും ഉള്ളിലേക്ക് പോവുകയില്ല. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഓരോ ലേയേഴ്സിനും ഓരോ പർപ്പസ്. ഇപ്പോൾ പിന്നെ നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് അതിൻ്റെ ഫങ്ഷണൽ ആ സ്ട്രക്ചർ അതിൻ്റെ ഘടനയായിട്ട് നിലനിർത്തുന്നതാണ്. അത് വിട്രിയസ് എന്നാണ് പറയുക. അതൊരു ജെല്ലി പോലെയുള്ള സാധനം. അപ്പോൾ അതുപോലെ നിലനിർത്തുന്നത് അതിൻ്റെ സ്ട്രക്ചറാണ്, ആ ജെല്ലി പോലെയുള്ള സംഗതിയാണ്. അതുപോലെ ഇതിന് 3 ലെയറുണ്ട്. അതിലേറ്റവും നടുവിലെ ലെയറിന് ഉള്ളതാണെങ്കിൽ അത് ഫൈറ്ററാണ്. പുറത്തുള്ള സാധനങ്ങളൊന്നും ഉള്ളിൽ കയറ്റാതെ ഒരു ബോഡി ഗാർഡായിട്ട് നിൽക്കുന്നതാണ് മിഡിൽ ലെയർ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക, നമ്മളിത് ഓരോന്നും ഈ ലൈനിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന സംഗതികളാണ്. അപ്പോൾ ഇതിലപ്പുറം സംഗതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലർക്കെങ്കിലും ചെറിയ കുട്ടികൾക്ക് പേടിയുള്ള സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഈ അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ കണ്ണിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഈ ഭാഗത്തും കൂടിയാണ് കണ്ണിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്ന ഞരമ്പ് തലച്ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ എല്ലുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലുകളാണ്. ഇനി മറ്റൊരു നമ്മുടെ പ്രൊട്ടക്ഷൻ തരുന്ന നമ്മളെ മസിൽസ് ഉണ്ടല്ലോ. നമ്മളെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മളെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ അപ്പുറം വരെ മൂവ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ്സ് ഇത്ര ഡിഗ്രി, താഴത്തേക്ക് ഇത്ര, ഇങ്ങോട്ടുള്ളത് ഇത്ര. ഈ കണ്ണ് വരുമ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതൊക്കെ ഭയങ്കര കോംപ്ലക്സ്. നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രയാസമുള്ളത് ഇതാണ്. കാരണം ഒരു 2 കണ്ണും കൂടിയുള്ള ചേർന്നുള്ള പ്രവർത്തനം, അതുപോലെ അതിന് ബൈനോക്കുലർ വിഷൻ എന്നാണ് പറയാം. 2 കണ്ണും കൊണ്ടും ചേർത്തുള്ള പ്രവർത്തനം, കളറിൻ്റെ വിഷൻ, കളറിൻ്റെ കാഴ്ച, അതുപോലെ ഡെപ്ത്ത്, ആഴം, ഒരു വസ്തുവിൻ്റെ ആഴമുണ്ടല്ലോ. ഇതിനൊക്കെയുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ഒരിക്കൽ മെഡിക്കൽ വിദ്യാർത്ഥിയോ ഒരു ഡോക്ടറെ പോലും പഠിക്കാൻ പ്രയാസമുള്ള സംഗതിയാണ്. നമുക്ക് പഠിച്ചോനെ അത് പരീക്ഷയ്ക്ക് വരുന്ന റബ്ബേന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം അത്രയും പ്രയാസമുള്ള ഇതാണ്, അത് എഴുതി പിടിപ്പിക്കണ്ടേ. അപ്പം അത്രയും പ്രയാസമുള്ള സംഗതിയാണ്, മനുഷ്യന് വരെ മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതികളാണ് ഇതിൽ നടക്കുന്നത്. അപ്പം ഇത് കണ്ണിൻ്റെ മസിൽസാണ്. ഈ സംഗതികൾ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അത് ഏതെങ്കിലും ഒരു മസിൽ പണി മുടക്കിയാൽ നമുക്ക് 2ആയിട്ട് കാണും. ഒരു മസിൽ പണി മുടക്കിയായിട്ട് 2ആയിട്ട് കാണും. ഇപ്പോൾ ഈ കണ്ണ് ഇങ്ങോട്ട് നോക്കണ മസില് പണി മുടക്കി വെച്ചോളൂ, അങ്ങോട്ട് പോവില്ല. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇവൻ പോവില്ല, അങ്ങോട്ട് പോവില്ല. ഈ കണ്ണ് ഇങ്ങോട്ട് പോവുകയും ചെയ്യും.
അപ്പോൾ എനിക്ക് സംഭവിക്കും ഇവിടെ എല്ലാം സാധനം എനിക്ക് രണ്ടായിട്ട് കാണാൻ തുടങ്ങും. അതായത് സാധാരണ ഷുഗറിൽ വരാറുണ്ട്, പ്രഷറിൽ വരാറുണ്ട്, തലച്ചോറിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞാൽ വരാറുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് വരാം. അതുപോലെ ഈ മസിൽസിൻ്റെ ഒക്കെ ഒരു സങ്കടം, ഇവർ ഭയങ്കര അസോസിയേഷനാണ്, രണ്ട് കണ്ണും ഭയങ്കര പോരില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരിപ്പോൾ ഒരാൾ പണി മുടക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ രണ്ടായിട്ട് കാണാൻ തുടങ്ങും. അതൊരു വലിയ പ്രയാസമാണ്. നിങ്ങൾ ഒരു സാധനത്തെ രണ്ടായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങാൻ പ്രയാസം, കയറാൻ പ്രയാസം, നടക്കാൻ പ്രയാസം, എഴുതാൻ പ്രയാസം, വായിക്കാൻ പ്രയാസം, ചാടിക്കാൻ എല്ലാത്തിനും പ്രയാസമാണ്. അവരെന്നിട്ട് നമ്മളെന്താ പറയുക, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളി, തൽക്കാലത്തേക്ക് മാറുന്നവരെ ഒരു കണ്ണ് എന്ത് ചെയ്തോളി, കണ്ണടയിലാണ് ബ്ലോക്കാക്കിക്കോളി. ഒരു ഒറ്റ കണ്ണോടല്ലേ കാണുള്ളൂ. അപ്പോൾ ഒരു കണ്ണട കൊണ്ട് കണ്ണ് ബ്ലോക്കാക്കാനാണ് നമ്മൾ പേഷ്യൻസോട് പറയാം. അപ്പോൾ മറ്റേ കണ്ണോട് മാത്രം കാണും, അപ്പോൾ രണ്ടായിട്ടില്ല. അപ്പോൾ ഈ കണ്ണിൻ്റെ മസിൽസിൻ്റെയും കണ്ണിൻ്റെ തലച്ചോറിൽ നിന്നുള്ള ഞരമ്പുകളാണ് കൺട്രോൾ ചെയ്യണത്. ഈ ഞരമ്പുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മസിൽസിന് പ്രശ്നമാവും. അപ്പോൾ രണ്ടായിട്ട് കാണാൻ തുടങ്ങും. രണ്ടായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ അയാളുടെ ജീവിതം പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഭക്ഷണം കഴിഞ്ഞാൽ ചായൻ്റെ ഗ്ലാസ് എടുത്താൽ ഏതപ്പോൾ എവിടെ ഗ്ലാസ്സിന് പിടിക്കാൻ കഴിയില്ല. 2 ഗ്ലാസ്സല്ലേ വേണ്ടത്. ശരിക്കുള്ള ഗ്ലാസ്സാണ്, മറ്റേ ഗ്ലാസ്സും അറിയില്ല. ചിലത് അടുത്തടുത്തായിരിക്കും, ചിലത് ഒരു ഹൈറ്റ് ആയിരിക്കും. 2 വിധത്തിലുള്ള രണ്ടായിട്ട് കാണാം. ഒന്നെന്താ വെച്ചാൽ ഒരു ഇമേജിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതേമാതിരിയുള്ളൊരു ഇമേജ് ആവാം, അതല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ മുകളിലാവാം. അപ്പോൾ ഒരു രണ്ടായിട്ട് കാണാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പരീക്ഷണമാണ്. അപ്പോൾ ഇതാണ് ഈ മസിൽസിൻ്റെ പിന്നെ സംഘടിതമായ പ്രവർത്തനം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ഒരു ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്നാണ് പറയാം. ഇത് ഞാൻ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടൊരു പിക്ചർ ഇട്ടതാണ്. ഈ ഹോൾസ് ഉണ്ടല്ലോ, ഈ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു പോകുന്ന ഹോൾസിന് സാധാരണ ഉള്ള ആ സുഷിരത്തിൻ്റെ വലിപ്പമാണ്. ഈ വലിപ്പം കുറച്ച് വലുതായല്ലേ, ഇവിടുന്ന് ഇതുവരെയുള്ളൊരു വലിപ്പമായല്ലേ. അത് പിന്നെ നമ്മൾ കണ്ണിൽ മരുന്നൊഴിച്ചാലും അങ്ങനെ വരാം, ഇരുട്ടത്തെത്തിക്കഴിഞ്ഞാലും വരാം. അപ്പോൾ നമ്മളെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വേറൊരു സംഗതി, നമ്മളെ കണ്ണ് ഇപ്പം പിന്നെ ക്യാമറ ഒരു കുറേ നേരം അഡ്ജസ്റ്റ് ചെയ്തില്ലേ, ലാസ്റ്റല്ലേ ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയ ഒരു ഇന്നവിടെ ഇരുത്തി. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് മൂതി അപ്പോൾ ഒരു പിന്നെ ക്യാമറ മാറ്റണം അല്ലേ. ഞാൻ ഇപ്പം തലയിരുന്ന ഡോക്ടറെ അതൊന്നും പിന്നെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, തല മാറ്റരുത്. അല്ലെങ്കിൽ കണ്ണങ്ങനെയല്ല, നിങ്ങൾ അപ്പോഴെങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾ നോക്കി അവിടെ ഉണ്ട്, കണ്ണിക്ക് കാണുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്നുണ്ട്, അപ്പുറത്ത് നോക്കിയാൽ കാണുന്നുണ്ട്, ദൂരത്ത് നോക്കിയാൽ കാണുന്നുണ്ട്, എവിടെ നോക്കിയാലും കാണുന്നുണ്ട്. നമ്മൾ ആരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അപ്പം കണ്ണിന് ഭയങ്കര സ്പീഡാണ്. കണ്ണിൻ്റെ അത്ര സ്പീഡുള്ള വേറൊരു ക്യാമറയില്ല. കണ്ണിൻ്റെ അത്ര സ്പീഡുള്ള വേറെ ഒരു ക്യാമറയില്ല. ആ ക്യാമറ വരില്ല. ശരി. അപ്പം കണ്ണിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് കണ്ണിനെ പോലത്തെ സാധനം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ കണ്ണ് അത്രയും സ്പീഡുള്ള, അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അതാണ് കണ്ണിൻ്റെ അക്യുറസിയും സ്പീഡും ഉള്ളത്. പിന്നെ നമ്മൾക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട് 3 കളറ് അല്ലേ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇതിൻ്റെ കോമ്പിനേഷനാണ് എല്ലാ കളറും. നമ്മൾ കാണുന്ന കളേഴ്സ് ഒരു 10 മില്യണിനേക്കാളും കൂടുതൽ കളേഴ്സ് നമ്മളെ കണ്ണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. 10 മില്യൺ കളേഴ്സായി. ഈ കളറിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള പല കളറുണ്ടല്ലോ. അപ്പോൾ അതാണ് കണ്ണിൻ്റെ മറ്റൊരു കഴിവ്, കളർ വിഷൻ എന്ന ഒരു കഴിവ്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഡെപ്ത്, ആഴത്തിൽ ഒരു വസ്തുവിൻ്റെ ആഴം കാണുക എന്നുള്ളത് വളരെ വലിയ ഒരു കാഴ്ചയുടെ ഒരു ഗുണമാണ്. അതാണ് ഡെപ്ത് പെർസെപ്ഷൻ എന്നുള്ളതിൽ ഞാൻ കൊടുത്തത്. ഇത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ പലതരത്തിലുള്ള ലേയേഴ്സാണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ചൊരു ഫോട്ടോ, അതായത് 2 കണ്ണും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ. അതായത് പിന്നെ വേറെ ഒരു കാര്യം, ഈ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ചെറിയ ആളുകൾക്ക് അടുത്തൊക്കെ കാണാനൊക്കെ കാണും, അടുത്തത് കാണും. പിന്നെ ഇങ്ങനെ വിട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിട്ടുപിടിക്കുന്ന ഒരു 40 വയസ്സ് 38 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ പ്രയാസം തുടങ്ങും. അങ്ങനെ വിട്ടുപിടിച്ചാലേ കാണുള്ളൂ. അത് നമ്മൾ നോർമലി നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറ്റി അല്ല തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാണുന്നത്. അത് പ്രായമാകുമ്പോൾ അതിൻ്റെ ശക്തി കുറയുന്നതുകൊണ്ടാണ് നമ്മൾ കണ്ണട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചെറുപ്പക്കാരിൽ ആ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അതായത് നോർമലി നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിൻ്റെ ആകൃതി ഓട്ടോമാറ്റിക്കലി അടുത്തേക്കും ദൂരത്തേക്കും കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളറിയാതെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. എന്നാലും അതൊരു പ്രായമാണ് സമയത്ത് ആ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള പിന്നെ ക്ഷീണം വരുന്ന സമയത്താണ് നമുക്ക് കണ്ണട വെക്കേണ്ടി വരുന്നത്. പിന്നെ ഇത് മറ്റൊരു എന്താ പറയുക മഹാത്ഭുതങ്ങളിൽപ്പെട്ട സംഗതിയാണ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നറിയും, ചിലർക്കെങ്കിലും അറിയുണ്ടാവും. നമ്മൾ പിന്നെ ഈ ലൈറ്റ് ഒരു ചെറിയ ഭാഗമാണ്, ഇതിൻ്റെ മൊത്തത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. അതിൻ്റെ ചില ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഈ റേഞ്ചിലുള്ള സംഗതി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇനിയും കുറേ സംഗതികൾ നമ്മളെ കണ്ണിൻ്റെ കാഴ്ച
നമുക്ക് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പരിമിതിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയണത്. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇതിനെപ്പറ്റി പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിലപ്പുറം കുറേ സംഗതികളുണ്ട്, നമ്മൾ കണ്ണിന് കാണാൻ പറ്റാത്ത കുറേ സംഗതികളുമുണ്ട് എന്ന ഒരു സംഗതി ഞാൻ നിങ്ങളോട് പറയാം. ഇത് നമ്മൾ നോർമലി കണ്ണിൻ്റെ കാഴ്ച പരിധി ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു കണ്ണടച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാഴ്ചയുണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ കുറേ മുകളിൽ കുറച്ച് താഴെ, അതിനൊക്കെ ഓരോ ഡിഗ്രീസ് ഉണ്ട്, ഇത്ര ഡിഗ്രീസാണ് ഒരാൾ കാഴ്ച ഉള്ളത്. അത് നമ്മൾ പരിശോധിക്കുന്ന ഒരു രീതിയാണുള്ളത്, അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ അത് രണ്ട് കണ്ണും കൂടി കൂടിയാകുമ്പോൾ നമുക്കൊരു കാഴ്ചാ പരിധിയുണ്ട്. ആ കാഴ്ചാ പരിധി യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചാ പരിധിയാണ്. ചിലതരം അസുഖങ്ങളുണ്ട്, ആ അസുഖത്തിൽ യഥാർത്ഥത്തിൽ നമുക്കൊരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ കണ്ണിൽ ഗ്ലൂക്കോമ എന്നൊരു അസുഖമുണ്ട്, കണ്ണിൻ്റെ പ്രഷർ എന്ന് സിമ്പിളായിട്ട് പറയാം. ഗ്ലൂക്കോമ വന്നു കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ കാഴ്ച ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇങ്ങനെ കാഴ്ച ഉണ്ടാവും. ഞാൻ അപ്പോൾ ഒരാളെ നോക്കിയിട്ട് തിരിക്കണം, അടുത്ത ആൾ നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാളെ കാഴ്ച ഇത്രേ ഉള്ളൂ, ഇത്രേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ തിരിച്ച് നോക്കണം. അതായത് കാഴ്ച പരിധി ചുരുങ്ങി വരും. അതുപോലെ പിന്നെ ഒരു റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന ഒരു അസുഖമുണ്ട്, അതും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇത് പിന്നെ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു കണ്ണിൻ്റെ മാത്രം കാഴ്ച, ഇത് മറ്റേ കണ്ണിൻ്റെ കാഴ്ച, ഇത് രണ്ട് കണ്ണിൻ്റെ കൂടിയുള്ള കാഴ്ച, നടുവുള്ള ഏരിയ. അപ്പം നമുക്ക് ഏറ്റവും വേണ്ട സ്ഥലത്ത് പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള കാഴ്ച തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിട്ട് നമുക്ക് സൈഡിൽ ബാക്കത്തെ ആളല്ല, അല്ലെങ്കിൽ സൈഡിലുള്ള ആളല്ല കൂടുതൽ കാണുന്നത്. നേരെ ഇപ്പോൾ നമ്മളെ കാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സെൻട്രലായിട്ടുള്ള കാഴ്ചക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, സെൻട്രൽ വിഷൻ എന്നാ പറയാം. അതുപോലെയുള്ള കാഴ്ചയുള്ള മറ്റൊരു വിഷയമാണ് രാത്രിയുള്ള കാഴ്ച. സെൻട്രലായിട്ടുള്ള കാഴ്ച, നടുവിലുള്ള കാഴ്ചക്കും രാത്രിയുള്ള കാഴ്ചക്കുമാണ് ഏറ്റവും കൂടുതൽ പിന്നെ സ്ട്രെങ്ത് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെ കണ്ണിൻ്റെ ഞരമ്പുകളിൽ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഒരു പടമാണ്. ഈ നടുവിലുള്ള വെള്ള കളറുണ്ടല്ലോ, അതാണ് തലച്ചോറിൽ നിന്നും കണ്ണിലേക്ക് വരുന്ന ഞരമ്പിൻ്റെ അറ്റം. ഈ അവിടെ നിന്ന് കുറേ രക്തമൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ വരുന്ന രക്തക്കുഴലാണ്, ഈ കുറേ രക്തക്കുഴലുകളുണ്ട്. ഈ ഏറ്റവും ഇവിടെ ഒരു കറുപ്പായിട്ടുള്ള കാണുന്ന ഈ പോയിൻ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ച കിട്ടുന്ന ഇത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏറ്റവും സെൻട്രൽ കാഴ്ച കിട്ടുന്ന ഈ ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ കാഴ്ചയുള്ളത്, അതിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് പിന്നെ കണ്ണിൻ്റെ ഇൻഫെക്ഷനൊന്നും ബാക്കിലേക്ക് പോകാതിരിക്കാൻ ഒരു സെപ്റ്റം ഉണ്ടെന്നുള്ളത്. അത് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ മുൻഭാഗത്തായിട്ടത് പരിമിതിപ്പെടുത്തും, ഇതിൻ്റെ ബാക്കിലേക്ക് പോകാതിരിക്കാൻ. ഇനി ഞാൻ കുറച്ച് ആയത്തുകളാണ് ഇതിനെ പറ്റിയിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഖുർആനെ പറ്റി പറയാനുള്ളൊരു അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല, എന്നാലും എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് 1-2 ആയത്തുകൾ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു പറയുന്നു, വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എണ്ണ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കണക്കെടുക്കാൻ പറ്റില്ല. പിന്നെ അള്ളാഹു നമ്മോട് പറയുന്നത്, അള്ളാഹു നമ്മൾക്ക് തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. പിന്നെ മറ്റൊരു ആയത്തിൽ പറയുന്നത്, അലം നജഅൽ ലഹു ഐനൈൻ, നാം അവന് 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ. പിന്നെ അന്ധനും കാഴ്ചയുള്ളവനും സമമാമോ, ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ. പിന്നെ അള്ളാഹു പറയുന്നു, അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅൻ വജഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദ ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി. അതുപോലെ കുറേ ആയത്തുകൾ ഞാൻ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചു. വഹുവല്ലദി അൻശഅലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദ ഖലീലൻ മാ തഷ്കുറൂൻ. അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ളവൻ, കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഖുൽ അറഅയ്തും മിൻ അഖദല്ലാഹു സമഅക്കും വഅബ്സാറക്കും വഖതമ അലാ ഖുലൂബിക്കും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി ഉൻദുർ കൈഫ നുസരിഫുല്ലായാതി സുമ്മഹും യസ്ദിഫൂൻ. നബിയെ പറയുക, നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ, അള്ളാഹു നിങ്ങളുടെ കേൾവിയും കാഴ്ചകളും പിടിച്ചെടുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിന്മേൽ അവൻ മുദ്ര വെക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു അല്ലാതെ ഏതൊരു ഇലാഹാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരാനുള്ളത്? നോക്കൂ, ഏതെല്ലാം വിധത്തിൽ നാം തെളിവുകൾ വിവരിച്ചു കൊടുക്കുന്നു, എന്നിട്ടും അവൻ പിന്തിരിഞ്ഞു കളയുന്നു. മറ്റൊരായത്തിൽ പറയുന്നു,
നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസ്വറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതുപോലെ മറ്റൊരായത്തിൽ നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ പോകുന്നതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു. നമ്മൾ എല്ലാം സാധാരണയായി പറയുന്ന അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിയത്. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഒട്ടകത്തിൻ്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ആകാശത്തേക്ക് അവർ നോക്കുന്നില്ലേ, അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന്. ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പം അള്ളാഹു നമ്മളെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാൻ എല്ലാ അവസരങ്ങളിലും നമ്മളിങ്ങനെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, അതിൽ ദൃഷ്ടാന്തല്ലേ, ഇതിൽ ഇന്നതല്ലേ. ഓരോ മനുഷ്യന് ബുദ്ധിയുള്ള ആളുകൾ, ബുദ്ധിയില്ലാത്ത ആൾക്കാർക്കൊന്നും നിയമങ്ങളൊന്നും ഇല്ലല്ലോ. ബുദ്ധിയുള്ളവന് ഓരോ കാര്യങ്ങളിലും അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് അത് തന്നല്ലേ, ഇത് തന്നല്ലേ. ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർളി, നിങ്ങളുടെ ആകാശങ്ങളിലും ഭൂമിയിലും അതിൽ ദൃഷ്ടാന്തമുണ്ട്, മറ്റതിൽ ദൃഷ്ടാന്തമുണ്ട്, ഇത് എല്ലാത്തിലും ദൃഷ്ടാന്തമുണ്ട്. കാഴ്ചയിലെ ദൃഷ്ടാന്തമുണ്ട്, കേൾവിയിലെ ദൃഷ്ടാന്തം. അതൊക്കെ ഓരോ അവസരത്തിലും നമ്മൾ ഖുർആൻ വായിക്കുന്ന സമയത്തേ നമുക്ക് ഓരോരുത്തരോ എന്താ പറയുക ചെറിയ അറിവ് വെച്ചിട്ട് നമുക്കിങ്ങനെ പരിഭാഷയൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഓരോ സമയത്തും നമ്മളുടെ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു സംഗതി, കാഴ്ചയില്ലാത്ത ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ച നമുക്ക് നഷ്ടപ്പെടുന്നതിന് ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാമെന്നാണ് മനസ്സിലാവുന്നത്. അവസാനമായിട്ട് പറയാനുള്ള 2-3 കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് വിരൽ ഓടിക്കുകയാണ്. ഒന്ന്, നമുക്ക് കണ്ണുകളോടുള്ള ബാധ്യതകൾ എന്താണെന്നുള്ളത് ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ ഇരുത്തി ചിന്തിച്ച് ചെയ്യേണ്ട സംഗതിയാണ്. ഒന്ന്, വിശുദ്ധ ഖുർആൻ്റെ പാരായണവും പഠനവും അറബി ഭാഷയുടെ പാരായണവും പഠനമൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഖുർആൻ പഠിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഓക്കെ, നമ്മൾ പക്ഷെ നമ്മളെ മൈഷത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ, ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ, വേറെ അഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സാധാരണ കൂലി, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എഫേർട്ട് എടുക്കണം അല്ലേ? എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. എൻ്റെ ഉപ്പ പണ്ടപ്പോഴും എന്നോട് പറയാറുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. അതായത് നമ്മൾ പെയിൻ എടുത്താലേ നമുക്ക് ഗെയിൻ കിട്ടുള്ളൂ, പെയിൻ ഇല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവില്ല, നേട്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് കണ്ണുകൾ തന്ന അള്ളാഹുവിനോട് ചെയ്യേണ്ട നന്ദി, കണ്ണുകൊടോലുള്ള ബാധ്യത, കണ്ണിനോടുള്ള ഹക്ക് തീർച്ചയായിട്ടും ഒന്ന് നമ്മളുടെ ദീനിനെ പറ്റിയിട്ടും നമ്മളെ ഖുർആനെ പറ്റിയിട്ടും നമ്മളെ അറബി ഭാഷയും ഇത് പഠനം നമ്മളുടെ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട സംഗതിയാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ട് അല്ലേ? എല്ലാത്തിനും സമയമുണ്ട്. ഇത് എന്തെങ്കിലും നമ്മളെ പിശാച് നമ്മളെ തെറ്റിപ്പിക്കും. എന്താണ് അതിപ്പോൾ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല, അതല്ലെങ്കിൽ നമുക്ക് സമയമില്ല, അതിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ആയില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആ ക്ലാസ്സുകളിൽ നിന്ന് പോകാൻ നമ്മളെ സമ്മതിക്കില്ല, അതല്ലെങ്കിൽ ഖുർആൻ്റെ പഠനത്തിന് നമ്മൾ സമ്മതിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് തിരിപ്പുണ്ടാവും. ഇന്നിപ്പോൾ ക്ഷീണമാണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ ഉഷാറാക്കാം, അങ്ങനെ ഒരു സംഗതി ഇല്ല. ഒക്കെ ഈ പുകവലിക്കുന്ന ആളുകളോട്, മദ്യപിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയണത് നിങ്ങൾ ഇന്ന് നിർത്തിക്കോളിന്ന. ഇന്നേ നിർത്താൻ പറ്റുള്ളൂ, നാളെ നിർത്താൻ കഴിയില്ല, ഇന്ന് നമ്മൾ നിർത്തുക. അതുപോലെ തന്നെ ഖുർആൻ പഠനവും അറബി പഠനവും നമ്മളുടെ ദീനീപരമായിട്ടുള്ള പഠനവും ഇന്ന് നമ്മൾ തുടങ്ങുക. അതാണ് എനിക്ക് ഇതിനുള്ള കണ്ണുകളുടെ ബാധയായിട്ട് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തത്, അതിനോടനുബന്ധമായിട്ടുള്ള തന്നെ ശറഈയായുള്ള അറിവുകൾ കാണുന്ന ഗ്രന്ഥങ്ങളുടെ വായന. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ, എന്നാലും സലാഹി എൻ്റെ മുമ്പിലുണ്ട്. എന്നാലും ഇപ്പം നമ്മളെല്ലാവരും തീർച്ചയായിട്ടും കുറേ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഇപ്പോൾ മൊബൈലുണ്ട്. മൊബൈലിൽ ഇപ്പോഴുള്ള ആളുകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാനാണ്. അതായത് പ്രത്യേകിച്ചും നമ്മൾ ഒരു മൊബൈൽ അഡിക്റ്റായിരിക്കുകയാണ്. മൊബൈലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഇപ്പോൾ അധികം നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ സംഗതി. സോഷ്യൽ മീഡിയ, വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് ആണെങ്കിൽ, ഇൻസ്റ്റ ആണെങ്കിൽ, റീലാണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും നമുക്ക് പലർക്കും അസ്വസ്ഥതയാണ്. വാട്സപ്പിൽ മെസ്സേജ് വന്ന ആ ഒരു മ്യൂസിക് വരും, അപ്പോൾ ഒന്നും അതെന്താ പാര മെസ്സേജ് അയക്കണവർ അത്യാവശ്യമുള്ള ആൾക്കാർ വിളിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് മാത്രം ഒരു യൂട്യൂബിലുള്ള മെയിൻ പ്രശ്നം എന്താ, യൂട്യൂബിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം എന്താ, നമുക്ക് നിർത്താൻ കഴിയില്ല.
നമ്മളൊരു യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറേ ഫിത്തനകളുണ്ടാകും, നമുക്ക് വേണ്ട മാത്രമല്ല കിട്ടുക. നമ്മളെന്താ ഇപ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത്, ആ സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബിൽ ഒരു സാധനം കണ്ടുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഏതാ അടുത്ത നോക്കണം, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ അടുത്തത് ഏതാ നോക്കേണ്ടത് ഇപ്പം തന്നെ തീരുമാനം എടുത്തേക്കാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക നിയന്ത്രിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളെല്ലാവരും അഡിക്റ്റ് ആദ്യാളുകൾ. അപ്പോൾ നമ്മളെ കണ്ണുകൾ ഇത്രയധികം അല്ലാഹു അനുഗ്രഹിച്ച ഈ കണ്ണുകളോടുള്ള ബാധ്യത എന്നുള്ള നിലയിൽ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. ഞാൻ ഇനി ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ അള്ളാഹുവിനെ ആലോചിച്ച് കരയുക. അള്ളാഹുവിനെ ആലോചിച്ച് കരഞ്ഞ കണ്ണുകളും അതുപോലെ അള്ളാഹുവിൻ്റെ വേണ്ടിയിട്ട് കാവൽ നിന്ന കണ്ണുകളും നരകത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ അള്ളാഹുവിന് നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ഭൂമി മാറി അള്ളാഹുവിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാൻ കഴിയണം. നമുക്ക് കണ്ണ് തന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഇബാദത്ത് എടുത്ത് അള്ളാഹുവിനെ എന്താ പറയുക സാമീപ്യം കരസ്ഥം അള്ളാഹുവിൻ്റെ വജീ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യത്തിനുള്ള ഒരു മാധ്യമം, ഒരു മീഡിയ ആയിട്ടാണ് അള്ളാഹു നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ കണ്ണുകളുടെ ബാധ്യത എന്നുള്ളത് നമ്മൾ പുലർത്താൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നമുക്ക് നമ്മളുടെ കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഈ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് വളരെ പ്രയാസമുള്ള സംഗതികളാണ്. നമ്മളെ ഫിത്നയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇപ്പോഴത്തെ ആളുകളുടെ വസ്ത്രധാരണവും രീതികളും ഒക്കെ എന്താ പറയുക നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നമ്മളെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പോലും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളെന്ത് മനസ്സിലാക്കണം, കാലം കഴിയും തോറും ഫിത്നകൾ വർദ്ധിക്കും. കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കനൽക്കട്ട വെച്ച പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും. അത്രയും പ്രയാസമായിരിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഉള്ള പുറത്തുകൂടെ നമ്മളെ ജനങ്ങളുടെ ഇടങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെപ്പറ്റി നമ്മൾ വന്നാലും വളരെയധികം നമ്മൾ എന്ത് പറഞ്ഞാണെന്നാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികൾ ഉമ്മമാർ എന്താ പറയുക പർദ്ദ ഇട്ടിട്ടുണ്ടാകും, നിക്കാബ് ഇട്ടിട്ടുണ്ടാകും, കുട്ടി ജീൻസും ടീഷർട്ടും ഇട്ടിട്ടുള്ളത്. ഞാൻ പറയും എന്തിനാ മോളെ, ഞാൻ അവരോട് ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നൊരു മെഷീനുണ്ട്. അപ്പോൾ ഞാനതൊരു സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കലുണ്ട്, മോളെ ഞാൻ എൻ്റെ ഈ കണ്ണ് പരിശോധിക്കുന്ന മെഷീൻ്റെ പുറത്ത് എന്നും ഞാൻ കുറച്ച് ഡീസൽ ഒഴിച്ചിട്ട് ഇങ്ങനെ തുടച്ചങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുട്ടി ചിരിക്കും. അപ്പോൾ അതെന്താ അത് പറ്റൂല, അത് എന്തുകൊണ്ട് തുടയ്ക്കണം എന്നില്ല, അത് ഉണ്ടാക്കിയേ റബ്ബ് ഉണ്ടാക്കി അതിൻ്റെ ആൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നതുകൊണ്ടേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയല്ലേ നമ്മളെ ദൃഷ്ടിച്ച് അള്ളാഹു പറഞ്ഞ പോലെയല്ലേ നമ്മൾ നടക്കേണ്ടത്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചതിലും അപ്പുറമുള്ള സംഗതികളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് തഖ്വയുടെ ഒരു വളരെ എന്താ പറയുക ഒരു പ്രയാസമുള്ള സംഗതി തന്നെയാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് ബേസിക്കലി എന്താ പറയുക ഡ്രസ്സിങ് നന്നായി ചെയ്യുക, മറ്റുള്ളവർ അംഗീകാരം കിട്ടുക എന്നുള്ള എന്താ പറയുക എൻ്റെ ഭംഗി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ആളുകളാണ് കൂടുതൽ വർദ്ധിച്ച് വരും. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അതിലെന്താ മറ്റത് നല്ല അങ്ങനത്തെ രീതികളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്ന കണ്ണുകളെ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഔറത്തിനെ സംരക്ഷിക്കുക, നമ്മളെ കണ്ണുകളെയും സംരക്ഷിക്കുക. തീർച്ചയായിട്ടും അല്ലാഹു നമ്മളുടെ ഈ കൂടിയിരിക്കൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന സദസ്സായി മാറ്റട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറേ സ്ലൈഡുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു 10 ഞാൻ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു 10% ഞാൻ സ്ലൈഡാക്കിയിട്ടുള്ളൂ. ഞാൻ സ്ലൈഡാക്കിയതിൻ്റെ ഒരു 10% നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. കാരണം കൂടുതലായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ എന്താ പറയുക മെഡിക്കൽ ടേംസൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്ന 1-2 സംഗതികൾ വീണ്ടും പറയുകയാണ്. നമ്മളെ കണ്ണ് വളരെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് അള്ളാഹു തന്നിട്ടുള്ളത്. അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കേണ്ട രീതിയിൽ ആണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ എന്താ പറയുക സങ്കീർണമായിട്ടുള്ള രീതിയിലുള്ള ഘടനയിലാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തത്, കണ്ണിൻ്റെ അവയവങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള മഹാത്മ്യത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു സൃഷ്ടാവിലേക്കാണ് മനുഷ്യൻ എത്തിപ്പെടുള്ളൂ, അല്ലാതെ എവിടെ എത്തൂല. അതിൻ്റെ പിന്നിലൊരു സൃഷ്ടിപ്പ് എന്താ പറയുക ഇത്രയും സംവിധാനിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതിനെ മനുഷ്യൻ എത്തിപ്പെടുള്ളൂ. മൂന്നാമത്തത്, ഇതിൻ്റെ ഫങ്ഷൻ വളരെ സങ്കീർണമായിട്ടുള്ളതാണ്.
മനുഷ്യന് ഇപ്പോഴും കുറേ മനസ്സിലാവാത്ത സംഗതികളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ സംഗതികൾ ഇത്രയും പരസ്പരം കോർഡിനേഷനാക്കി ചെയ്യുന്ന കുറേ സംഗതികളുണ്ട് എന്ന് നമ്മൾ അറിയുക. അപ്പോൾ ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ കണ്ണുകളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ ചെലവഴിക്കാമെന്ന് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു എളുപ്പമാക്കി തരുമാട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.